സർ അജിത് ഡോവല് റഷ്യയിലോട്ട് പോയിട്ടുണ്ട്. റഷ്യയിലോട്ട് എന്തിനാണ് അജിത് ഡോവൽ ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യയിലോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. റഷ്യയിലോട്ട് നരേന്ദ്രമോദി പോയി. റഷ്യയിൽ നിന്ന് നരേന്ദ്രമോദി നേരെ പോയത് പോളണ്ടിലേക്കാണ്. പോളണ്ടിൽ നിന്ന് ട്രെയിൻ വഴി യുക്രൈനിലേക്ക് നരേന്ദ്രമോദി വന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു നീക്കത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പുടിൻ പറഞ്ഞു. അത് വലിയൊരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. കാരണം വ്ളാദിമിർ പുതിൻ എന്ന് പറയുന്ന ഭരണാധികാരിയോട് ഇത്രയധികം അടുപ്പം നരേന്ദ്രമോദിക്കുണ്ട് എന്ന് പുടിൻ തന്നെ സമ്മതിക്കുന്ന രീതിയിലായിരുന്നു. അത് ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയതുപോലെയായിരുന്നു. അപ്പോ ഉടനെ തന്നെ ഒരു ഉച്ചകോടി വരാൻ പോകുന്നുണ്ട്. ആ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ഈ പ്രശ്നം തീർക്കുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ സൗദി അടക്കം അതിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കിട്ടില്ല. കാരണം പല രാജ്യങ്ങളും, ഇത്രയധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആ ഉച്ചകോടിയിൽ വെച്ച് ഈ പ്രശ്നം തീർന്നാൽ ആ രാജ്യങ്ങൾക്ക് കൂടെ ആ ക്രെഡിറ്റ് പോകും. അതുകൊണ്ട് നരേന്ദ്രമോദി ഇത് അതിനു മുമ്പോ അതിന് ശേഷമോ തീർക്കുമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോഴാണ് ഇപ്പോൾ അജിത് ഡോവലിനെ പറഞ്ഞ് റഷ്യയിലോട്ട് വിട്ടിരിക്കുന്നത്. സമാധാന ദൂതനായിട്ടാണോ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയിരിക്കുന്നത്? സാധാരണ അജിത് ഡോവൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സമാധാന ദൂതനായിട്ടല്ല അജിത് ഡോവൽ പോകുന്നത്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിസിറ്റുകൾക്കാണ് അജിത് ഡോവൽ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും അജിത് ഡോവൽ ഇപ്പൊ റഷ്യയിലേക്ക് പോകാനുള്ള കാരണം? നരേന്ദ്രമോദി പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ, അതിന്റെ പിറകെ ഡോവലും പോയി. അല്ല, അജിത് ഡോവൽ ബേസിക്കലി ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ്. അത് അങ്ങനെ സംവിധാനത്തിനും പോകും, യുദ്ധത്തിനും പോകും, വെറുതെ ചാടിക്കാനും പോകും. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട്, നരേന്ദ്രമോദി ഇതിൽ അത്ര സെൽഫിഷ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ ആ യുദ്ധം തീർക്കുക എന്നുള്ളത് മാത്രമാണ് മൂപ്പരുടെ ഒരു ഉദ്ദേശം. മൂപ്പരെല്ലാം ലോകത്ത് അത്യാവശ്യം സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു യുദ്ധം ഉക്രൈനിൽ തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ആ ഉച്ചകോടി തീർന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദി കിട്ടേണ്ട ക്രെഡിറ്റും അംഗീകാരമൊക്കെ ഇന്റേണലി കിട്ടും. ഇന്ത്യക്കാരുടെ മുന്നിൽ ആളാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആളാവുന്ന പരമാവധി മൂപ്പരായിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ ഈ CIAയും എല്ലാം കൂടി കളിച്ചുകൊണ്ട് കുറച്ച് സീറ്റ്, RSSും എല്ലാം കൂടി കളിച്ചുകൊണ്ട് കുറച്ച് സീറ്റ് കുറഞ്ഞു പോയെന്നല്ലാതെ മോഡിയുടെ ഇമേജിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. മാത്രമല്ല ഇപ്പം മോഡി കൂടുതൽ സ്വീകാര്യനാവുന്നുണ്ട്. എസ്പെഷ്യലി നാളെ വയനാട്ടിലൊക്കെ വന്നതോടുകൂടി മോഡി എന്താ മുസ്ലിങ്ങളെ കണ്ടാ ചുട്ടുകൊല്ലു എന്നൊക്കെ പറയുന്ന ഇമേജ് കുറെ മാറിയിട്ടുണ്ട്. അല്ല, ഈ ടേമില് നരേന്ദ്രമോദിയുടെ ആ ഒരു ഇമേജ് പാടെ മാറി. പാവം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സാത്വികനായിട്ടുള്ള മനുഷ്യൻ എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. അതിന് ഒരു കാരണം ഈ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവർ വളർന്നു നടന്ന ഒരു ആദ്യ ഘട്ടത്തിൽ അവർ ചിലപ്പോൾ വലിയ വയലൻസിനൊക്കെ ഒരു കാരണക്കാരായി എന്നൊക്കെ വരും. അതെന്ന് വെച്ചാൽ വളർച്ചയുടെ ഒരു ഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്സ് അങ്ങനെ, പൊളിറ്റിക്സ് ബേസിക്കലി ആസുരമാണ്. അപ്പൊ അതിൽ വളർന്നപ്പം ഒരു എന്താ പറയുക, നേരമോ മാലാക പോലും അതിൽ വന്നു കഴിഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ ഈ ഫൈറ്റ് ചെയ്താലേ വളർന്നു വരാൻ പറ്റുള്ളൂ. മോഡിയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഒരു മൂന്നാമത്തെ ടേം വരെയുള്ള കാലഘട്ടം അദ്ദേഹം വൾണറബിൾ ആയിരുന്നു. മൂന്നാമത്തെ ടേമോട് കൂടി അടുത്ത ദേശീയ നേതാവ് അദ്ദേഹം ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അത് നിങ്ങൾ ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യം എടുത്തു നോക്ക്, ഇത്തരം വയലൻസ് ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തില്ലേ എത്ര വയലൻസ് ഉണ്ട്? പലതും പുറത്തു വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ശക്തമായ വയലൻസ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു പല വയലൻസിനും കാരണക്കാർ, വിഭജനം ഉൾപ്പെടെയുള്ള പല വയലൻസിനും ജവഹർലാൽ നെഹ്റു കൂടി കാരണക്കാരാണ്. പട്ടേലുണ്ട്, ഇവരൊക്കെ കാരണക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത്, പക്ഷെ മോഡിയിലുള്ള അതിലുപരിയായിട്ട് ബേസിക്കലി ഒരു ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് വളരെ സ്ട്രോങ്, ഹിന്ദു ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആണ്. അത് മറ്റുള്ളവരുടെ വിദ്വേഷമൊന്നുമില്ല, പക്ഷെ ഉള്ളത് തുരങ്കം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനെ ഇമേജ് വന്നത്. എനിക്കൊന്ന് ഇപ്പോഴുള്ള മോഡിയാണ് ശരിക്കുള്ള മോഡി ഈ ഒരു സമയത്തുള്ള. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം റിലീവ്ഡ്. ഷാരൂഖ് ഖാൻ എപ്പോഴും പറയാറുണ്ട്, ദിൽവാലെ ദുൽഹനിയ അല്ലെ ജായ ഹിറ്റാവുന്നവരെ ഞാൻ വളർന്നതുള്ളായിരുന്നു, പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഇതിൽ വേറൊരു സംഭവം പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു വിദേശകാര്യ വിദഗ്ധനുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം, പാക് അധീന കശ്മീർ പിടിച്ചത് കൊണ്ട് നമുക്ക് വലിയ ഗുണം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ പാക് അധീന കശ്മീരിലാണല്ലോ കിടക്കുന്നത്. അവിടെ വഖാൻ ഇടനാഴി എന്ന് പറഞ്ഞ ഇടനാഴിയുണ്ട്. അപ്പോൾ പാക് അധീന കശ്മീരിലെ ഗിൽജിച്ച് ബാൾട്ടിസ്ഥാനൊക്കെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ വഖാൻ ഇടനാഴി നമുക്ക് തുറന്നു കിട്ടും. നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് കോറിഡോർ ഇതിലൂടെ ചടങ്ങ് വരുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് തജിക്കിസ്ഥാൻ വഴി ഇങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാക് അധീന കശ്മീർ നമ്മൾ പിടിക്കുമ്പോൾ ചൈന അവിടെ കൂടെ ഒരു കോറിഡോർ പണിയുന്നുണ്ട്, ഒരു സിപെക് എന്ന് പറഞ്ഞൊരു കോറിഡോർ പണിയുന്നുണ്ട്. അങ്ങനെ ഒരു റോഡ് അതുവഴി പോകുന്നത് കൊണ്ട് ചൈന പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ റഷ്യയാണ് ചൈന പറഞ്ഞാൽ കേൾക്കുന്ന റഷ്യ പറഞ്ഞാലാണ് ചൈന കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനാണ് അജിത് ഡോവൽ പോയിരിക്കുന്നത് എന്ന് വേറൊരു, കാരണം നമുക്കറിയില്ല എന്തിനാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഒരു സൈഡിൽ കൂടെ ഓടുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായി? അല്ല, അതില് ഞാൻ പറഞ്ഞത് പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. കാര്യം അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് നേരിട്ട് റീച്ച് വരും, അഫ്ഗാനിസ്ഥാൻ റഷ്യയിലേക്ക് റീച്ച് വരികയാണ്, നേരിട്ട് കരമാകുള്ള റീച്ച് വരികയാണ്. പക്ഷെ അത് അതിൽ വലിയ ഇമ്പാക്ട് നെഗറ്റീവായിട്ട് UN ഉണ്ടാകും. കാരണം UN കിടക്കുന്ന സ്ഥലമാണ്, അല്ലെ UN കിടക്കാൻ പാടില്ലേ. UN ഇപ്പോഴും ഒബ്സർവേഷൻ ഉണ്ട് അവിടെ. അതിന്റെ ഒബ്സർവേഷൻ സർവൈലൻസിനുള്ള ഫ്ലൈറ്റ് ഒക്കെ അവർ ലാഹോറിലാണ് പിന്നെ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് UN.
അപ്പം UN നിയമങ്ങളുടെ വയലേഷൻ ആവും അത് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഈ അമേരിക്ക ഉൾപ്പെടെ പടിഞ്ഞാറ് രാജ്യങ്ങൾ ഇറാഖിനെ പോലെ ഉപരോധം കൊണ്ടുവന്നിട്ട് നമ്മളെ നശിപ്പിച്ചു കളയും. ഈ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇറാന്റെ സ്ഥിതി എന്തായിരുന്നു അറിയോ? ഈ ഉപരോധങ്ങൾ വരുന്നതിന് നല്ല ഫ്ലറിഷിംഗ് ആയിട്ട് എക്കോണമി ആയിരുന്നു. കുറച്ച് ദാരിദ്ര്യം കഷ്ടപ്പാടുണ്ടായിരുന്നുള്ളൂ. ആ ദാരിദ്ര്യം കഷ്ടപ്പാട് ഇപ്പോഴും അവിടെ ഉണ്ട്. അല്ല, നമുക്കെതിരെ അങ്ങനെ ഉപരോധം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും? പറ്റും, UN വഴി പറ്റും. UN വഴി. അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ നമ്മൾ പുല്ലേന്ന് പറയണം, അതിനുള്ള ശേഷി നമുക്കില്ല. വലിയ രാജ്യം, വലിയ പോപ്പുലേഷൻ. അല്ല, എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ 140 കോടി ജനങ്ങളുണ്ട്, ചൈന 135-130 കോടി ജനങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഏകദേശം 300 കോടി. അതായത് 7.3% മാർക്കറ്റ് അവിടെ പോയി, 7.3 അത് മാർക്കറ്റ് അവിടെ പോയി കഴിഞ്ഞു. അത് പോയി കഴിഞ്ഞ ശേഷം ഞാൻ പറയട്ടെ, നമ്മൾ 4 ട്രില്യൺ എക്കണോമി ആണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ടേൺ ഓവർ 15 ട്രില്യൺ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ അമേരിക്കക്കാരന് നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ ഐഫോൺ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ. പർച്ചേസിംഗ് പവർ ഉള്ള ഒരു രാജ്യം വേണ്ടേ അത് വിൽക്കാനും അത് എടുക്കാനും അത് കൊണ്ടിറക്കാനും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടേ. അപ്പോൾ ഈ 4 ട്രില്യൺ എക്കണോമി വെച്ച് നമ്മൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിംഗ് പവർ വെച്ച് കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ അത്ര വലുതല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ അമേരിക്ക നമുക്ക് ഉപരോധം ഏർപ്പെടുത്തി ബാക്കിയുള്ള രാജ്യങ്ങൾ കൂട്ടുനിന്നു. അവിടെ നിന്ന് നമുക്കൊരു സാധനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇറക്കുമതി ചെയ്യാൻ. അവരിങ്ങോട്ടേക്ക് അത് ഇറക്കുമതി ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാർക്കറ്റ് പോയില്ല. അവർക്ക് ഇത് കൊണ്ട് ബംഗ്ലാദേശിലോട്ട് ഇറക്കുമതി ചെയ്ത് ഇപ്പൊ ഐഫോൺ ബംഗ്ലാദേശിൽ ഇത്രയും ഐഫോൺ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അത് ഇറക്കിയിട്ട് എന്താണ് കാര്യം? അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് UN വഴി നമുക്ക് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയും? അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഉപരോധം കൊണ്ടുവരേണ്ടല്ലേ? രണ്ട് കാര്യമാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ വേണമെങ്കിൽ, ഇറാൻ ഓയിൽ വേണമെങ്കിൽ ചെറിയ അമേരിക്കൻ്റെ ചെറിയ തോണ്ടലുകളാണ്. അതിൽ അവർ ഉപരോധം കൊണ്ടുപോയ ഒരു പരിധി കൂടുതൽ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ കടന്നുകയറ്റം എന്ന് വെച്ചാൽ യൂറോപ്യൻ, ഇതിൽ രണ്ടാമത്തെ ലോകത്തെ ഏറ്റവും പവർഫുൾ ബ്ലോക്ക് യൂറോപ്യൻ യൂണിയനാണ്. ഫസ്റ്റ് ബ്ലോക്ക് അമേരിക്ക, സെക്കൻഡ് യൂറോപ്യൻ യൂണിയൻ. ഈ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിട്ട് അവർ അധിനിവേശം കടന്നുകയറ്റുന്നതിന് ശക്തമായ നിലപാടെടുക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. കാരണം ഈ പറയുന്നതിന് മാതിരി അവരുടെ ഇക്കോണമിയെ നെഗറ്റീവ് അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷേ നീ ഇപ്പം പറഞ്ഞതുപോലെ ഈ ഒരു നമ്മൾ പാക് അധിനിവേശ കാശ്മീർ പിടിക്കാൻ ചൈന ഭയങ്കര ഒഫൻസീവാകും. ചൈനയുടെ എക്കോണമി എന്നപ്പോൾ അത് ബാധിക്കില്ല. ചൈന നമുക്കെതിരെ നിൽക്കുള്ളൂ. ഇങ്ങനെയുള്ള ഏത് മൂവ്മെന്റും ചൈന നമുക്കെതിരെ നിൽക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് പിടിച്ചു കഴിഞ്ഞ് UN വയലേഷൻ ആവുന്ന സമയത്ത് നമ്മളെ ഈ ഉപരോധങ്ങൾ വരുമ്പോൾ നമ്മളെ പർച്ചേസിംഗ് പവർ കുറയും. ഈ പർച്ചേസിംഗ് പവർ ഇന്ത്യക്കാരൻ്റെ കൂടിയത് എപ്പോഴാണ്? ഗ്ലോബലൈസേഷന് ശേഷമാണ്. നമ്മളെ ഇക്കോണമി ഓപ്പൺ ആയി, ലൈസൻസ് രാജ്യമൊക്കെ എടുത്തു മാറ്റി. അതിനുശേഷം നടന്ന സബ് കോൺട്രാക്റ്റുകളും ഈ പ്രൊഡക്ഷൻ ഹബ്ബായി ഇന്ത്യ മാറി. ചൈനയ്ക്ക് ശേഷമുള്ള പ്രൊഡക്ഷൻ ഹബ്ബായി. ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അല്ല, അപ്പം മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റുകൾക്കും ഗ്ലോബൽ റീച്ചായി. ഇവിടുന്നാണ് പലതും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കന്റെ ശക്തമായ ഇപ്പം അധിനിവേശത്തിന്റെ പുറത്ത് ഇപ്പം റഷ്യ തന്നെ വെട്ടിയെടുക്കുകയാണ്. റഷ്യക്ക് ഈ യുദ്ധം പെട്ടെന്ന് തീർക്കണം ഒരു കാര്യം എന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്കെയിൽ വാങ്ങാണെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം റഷ്യയും വെട്ടിയെടുക്കുകയാണ്. റഷ്യയുടെ പല സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല. പല സ്ഥലത്തേക്ക് റഷ്യയുടെ വിമാനത്തിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റു സ്ഥലം റഷ്യയിലേക്ക് വരാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ റഷ്യയുടെ അത്ര പവർഫുൾ അല്ല ഈ കാര്യത്തിൽ. നമ്മുടെ ഈ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഗ്ലോബലി അത് തുറന്നു കിട്ടുമ്പോഴാണ്. അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറയും. നമ്മളെ ഷ്രിങ്ക് ചെയ്യും നമ്മുടെ ഇക്കോണമി. അങ്ങനെ ഒരു പ്രശ്നം നടുവ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനോ നമുക്ക് ഇന്റർനാഷണൽ സ്ഫിയറിൽ പക്ഷേ അമേരിക്കൻ അത്ര അല്ലെങ്കിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റും. ആ സമയത്ത് നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരും. ഇപ്പം നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ ഇപ്പോൾ ഇറാൻ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള രാജ്യമാണ് ഷായഡ് അണ്ടറിൽ. ഈ മതമൗലികവാദികളെല്ലാം കൂടി പിടിച്ചടക്കി അവസാനം ഉപരോധം വന്ന് അവിടെ തന്നെ കിടക്കുകയാണ്. അവരെ 5th ജനറേഷൻ 7th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ആകെ പേർക്കും കളിക്കോപ്പ് മാത്രമാണ് ചൈനയെ പോലുള്ള. ഇപ്പോൾ പണ്ട് അമേരിക്ക കൊടുത്തു പോയ ടോംകാറ്റ് വിമാനങ്ങളും വെച്ചുള്ള കളിയാണ് അവരുടെ മെയിൻ കളി. മനസ്സിലായില്ലേ? അപ്പം അത് ഒരു ആത്മഹത്യാപരമായിരിക്കും. അങ്ങനെ ഒരു നീക്കത്തിന് സാധ്യതയില്ല. ഇദ്ദേഹം ഒപ്പം പോയിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓൾറെഡി തന്നെ ഇന്ത്യക്കെതിരെ ഒരു കളി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ കളി തുടങ്ങിയെന്ന് വെച്ചാൽ ഈ പറയുന്ന അവർക്ക് രാജ്യം ഉണ്ടാക്കാന്നുള്ള അവരുടെ അജണ്ട. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുവാക്കി മാറ്റി. അത് മോഡി ശത്രുവാക്കി മാറ്റിയൊന്നല്ല. ഇത് മോഡിന്റെ തലയിൽ ഇടേണ്ട ആവശ്യമില്ല. ഇവന്മാരെ ഉപയോഗിച്ച് മുമ്പ് ഇന്ത്യയായിട്ട് അവർക്ക് അടുപ്പമുണ്ട് അകലവുമുണ്ട്. ഈ അകൽച്ച കൂട്ടിയത് അമേരിക്കയാണ്. അപ്പൊ മോഡി പരമാവധി കൂടെ നിർത്താൻ നോക്കി. അതാണ് അങ്ങനെ 2 തവണയും ഈ പറഞ്ഞ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് ഇവന്മാരൊക്കെ വിളിച്ചിട്ട് കൂടെ എടുത്തിട്ട് ചായ പിടിച്ചത്. പക്ഷെ അമേരിക്ക അപ്പുറത്ത് ചൈനയും കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഏതാണ്ട് അവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഈ പറഞ്ഞ അടുത്ത മെയിൻ ടാർഗറ്റ് അവർക്ക് ഇന്ത്യയാണ്. അപ്പം എന്ന് വെച്ചാൽ അവിടെ ആ രാജ്യം അവർക്ക് കൊണ്ടുവരണം. കുക്കികളുടെ രാജ്യം അവർ കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം. നമുക്ക് പിടിച്ചെടുക്കണമെങ്കിൽ പണ്ട് നമ്മൾ പിടിച്ചത് സോവിയറ്റ് റഷ്യന്റെ സഹായമുള്ളതുകൊണ്ടാണ്. നമുക്ക് ശക്തരായ ഫ്രണ്ട്സിനെ വേണം. അത് നമുക്കിപ്പോൾ ലോകത്ത് ചൈന ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. റഷ്യ മാത്രമേ സഹായിക്കുള്ളൂ. പിന്നെ റഷ്യ
പറഞ്ഞാൽ ചൈന കേൾക്കുന്നൊക്കെ വെറുതെ പറയുന്നത്. പണ്ടും പോലും കേട്ടിട്ടില്ല, പിന്നല്ലേ ഇപ്പം അവർ കേൾക്കുന്നത്. അത് അന്ന് അവർ കേൾക്കില്ല. പക്ഷേ റഷ്യ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് നമ്മൾ നല്ല ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ നമ്മളോ അമേരിക്ക എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ സൈഡായിരിക്കും നിൽക്കുക. പക്ഷേ നമ്മളോടൊരു ഒരു ആത്മബന്ധം അവർക്കുണ്ട്. അപ്പൊ ഈ ഒരേ സമയം മോഡി നിന്ന് ഇസ്രായേലിനെ കൂടെ നിർത്തിക്കൊണ്ട് റഷ്യനെയും കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കയോട് പൂർണ്ണമായി പിണങ്ങാതെ എന്നാൽ ഇണങ്ങിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്റ്റാച്യു ഉയർത്തുന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ശരിക്കും ഒരു ചേരിചേരാ നയം എന്നുള്ള ഒരു പോളിസിയിലേക്ക് അഗ്രസീവായി ഇന്ത്യ പോകുന്നത് ഇപ്പോഴാണ്. നമുക്ക് ആർക്കും ശത്രുതയൊന്നുമില്ല, നമ്മൾ ഫ്രണ്ടാണ്. പക്ഷെ നമ്മളെ ഉള്ളിൽ കയറി കളിക്കാൻ നിൽക്കരുത്. ഇതാണ് മോഡി എടുക്കുന്ന സ്റ്റാച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോഡി നേരിടുന്ന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതിശക്തമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ നിരന്തരമായ ഇത്തരം ബന്ധങ്ങളും ഇൻഫർമേഷൻ ഗാദറിങ്ങും അതിൻ്റെ ഷെയറിങ്ങും ഒക്കെ വഴിയാണ് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ.